ഹലോ ജസ്റ്റ് റൈറ്റ്. നോ 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 ഡാഡിയാ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഡോണ്ട് വറി, ബി ഹാപ്പി. കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? അതിനൊരു കാര്യമില്ല. കറിക്കും ഞാൻ എന്റെ കൂടെ അമേരിക്കയിൽ നിന്ന് വിവരം ഇവിടെ പുറത്തിറങ്ങിയാലേ അത് അപകടാ. കറിക്കും എന്റെ ലഗേജ് ഒക്കെ എല്ലാം ഞാൻ ഭദ്രമായിട്ട് വീട്ടിൽ എത്തിച്ചേക്കാം. ദേവൻ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത്? വരാം, അമ്മയൊന്ന് മുഖം കാണിച്ചിട്ട് ഞാൻ ഉടനെ വന്നേക്കാം. എപ്പോഴാ ഡൽഹിയിലേക്ക് പോകുന്നത്? 2 ദിവസത്തിനകം നമ്മൾ ഒരുമിച്ച് ആരും അറിയാതെ ഒരു രഹസ്യയാത്ര. ഓക്കെ ഓക്കെ. ബൈ. ഇനി അമ്മയെ കൂടി മാനേജ് ചെയ്യണം. ഇത് എക്സ് മിനിസ്റ്റർ മാധവന്റെ മകളാ മീര. ഇപ്പം മന്ത്രി അല്ലെങ്കിലും ഭരണകക്ഷിയുടെ പിണിയാളാ. പെൺകുട്ടി മോശമല്ല. ഇത് നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ മാമംഗലത്തെ. ഇനി ഇഷ്ടപ്പെട്ട ഏതാന്ന് പറ, ഉടനെ നടത്താം. അല്ലമ്മേ, ഈ കേരളത്തിലെ ഒരാൾക്ക് എത്ര പെൺപിള്ളേരെ വരെ കല്യാണം കഴിക്കാം? എന്തിനാ? അല്ല, ഇതിപ്പോ എല്ലാം ഒന്നിനൊന്ന് വെച്ചാ ഞാനിപ്പോ ആകെ കൺഫ്യൂസ്ഡാ. ഈ പെൺപിള്ളേരെ മുഴുവൻ കല്യാണം കഴിച്ചാലോ എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. തമാശകളാ? എന്തേ, എന്റെ അമ്മയെ ഞാനിപ്പോ വന്നിരിക്കുന്നത് കല്യാണം കഴിക്കാനൊന്നും അല്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അത് പിന്നെ അമ്മ പോകുന്നതിന് ശേഷമാ എനിക്കൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നത്. എടാ, കല്യാണം എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ നടക്കേണ്ട കാര്യമാ. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്. അമ്മ വേറെ എന്തെങ്കിലും പറ. എനിക്കിപ്പോ നിന്നോട് പറയാൻ ഈ ഒരു കാര്യമേ ഉള്ളൂ. യോജിച്ച ഒരു ബന്ധത്തിന് വേണ്ടി ആരുടെ എല്ലാം പടിവാതിൽ കയറി ഇറങ്ങിയെന്ന് അറിയോ നിനക്ക്? അമ്മ ഇനിയിപ്പോ എന്തെല്ലാം കഥ പറഞ്ഞാലും ശരി, എനിക്കൊരു കല്യാണം കഴിക്കാൻ ഇപ്പൊ പറ്റില്ല. ദേവാ, പെറ്റ തള്ളയ്ക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഒറ്റ വാക്കിന് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് അനുസരണമുള്ള മക്കളുടെ ലക്ഷണമല്ല. അമ്മയെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നുമ്പോ ഞാനത് അമ്മയോട് അങ്ങോട്ട് പറയാം. ഇനി എന്നാത് ഷഷ്ടി പൂർത്തി കഴിഞ്ഞിട്ട് ദയവ് ചെയ്ത് അമ്മയെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. സുധാകരല്ലേ ഇപ്പൊ അറിയാം ഇന്റർവ്യൂവിന്റെ വിശേഷങ്ങൾ. എന്തറിയാനാ, തോട്ടിപ്പണിക്ക് പോലും ബി എക്കാരും എം എക്കാരും തള്ളിക്കേറുന്ന കാല. എന്തായി മോനെ? 5 വേക്കൻസിക്ക് 5000 പേരുണ്ട്. നിയമനമൊക്കെ നേരത്തെ നടത്തി കാണും. പണം ഉണ്ടെങ്കിൽ ഇന്റർവ്യൂനൊന്നും പോകണ്ടച്ചാ, ഫോണിൽ കൂടെ അപ്പോയിന്റ്മെന്റ് നടക്കും. നമ്മുടെ തലയിലെഴുത്ത. പഠിക്കുന്ന കാലത്ത് ദേവനേക്കാൾ മുന്നിലായിരുന്നില്ല ഇവൻ. ഇന്ന് ദേവൻ എവിടെ, സുധ എവിടെ? അവൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടില്ലേ? ഞാനാരെയും കണ്ടില്ല. അമ്മായിയെ കാണാൻ പോയതോടുകൂടി എനിക്ക് തൃപ്തിയായി. ഇല്ല മോനെ, ശാരദയുടെ സ്വഭാവം വെച്ച് ദേവനെ അളക്കരുത്. ആ കൊച്ച സ്നേഹമുള്ളനാ. ഓ, ഒരു സ്നേഹം. എന്നിട്ടാണോ ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാത്തത്? മൂർഖന്റെ മുട്ട വിരിഞ്ഞാ മുയലിന്റെ കുഞ്ഞുണ്ടാവോ? അതേടാ, അവളെ വിലക്കെ കാണും അവനിങ്ങോട്ട് വരരുതെന്നു. എന്തിനാ ആവശ്യമില്ലാത്ത ഊഹാപോഹങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ? ദേവേട്ടൻ നമ്മളെ ഒന്നും മറക്കില്ല അച്ഛാ. എന്റെ മോള് സ്കൂളിൽ കൊണ്ടുപോണ ചോറ് അവന് കൊടുത്തിട്ട് പട്ടിണി ഇരുന്നവളാ. അവനത് മറക്കുവോ? എന്താടി ഒന്നുമില്ല അച്ഛാ, ഞാൻ എന്തോ ഓർത്ത് ചിരിച്ചു പോയതാ. പിന്നല്ലാതെ. കഞ്ചാവ് മണക്കുന്നല്ലോ. ആരാ കഞ്ചാവ് വലിക്കുന്നത്? പുകയും അപ്പടി കള്ളി ഇവിടെ വന്നിരുന്ന് കഞ്ചാവ് വീടി വലിക്കായിരുന്നു ഇല്ലേ? കഞ്ചാവ് വീഡിയോ ആര്? അപ്പൊ നാർന്നതോ? അതാരും ചവറ് കത്തിക്കാണ്. അപ്പൊ പിന്നെ നിങ്ങളെ കയ്യിലിരുന്ന് പോയിരുന്നതോ? അത് സാമി വീടിയാ. സാമിയോ ആസാമിയോ? നിങ്ങൾ ബീഡി വലിച്ചോ? ശീലിച്ചു പോയടാ. എത്ര ദിവസമായി എന്നറിയോ ഞാനൊരു ബീഡി വലിച്ചിട്ട്. ആ പെണ്ണിനോട് ചോദിച്ച്
സഹി കേട്ടപ്പോ ഒരെണ്ണം കൊണ്ടു തന്നു. ആര് തവളത്രേസിയോ? ആ അത് ശരി, അങ്ങനെ വരട്ടെ. ഇന്ന് കൊച്ചമ്മയോട് പറഞ്ഞ് രണ്ടെണ്ണത്തിനും പുകച്ചു പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നതാ ഇങ്ങനെ 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 വിളിച്ചോ. ആ എന്റെ പൊന്നു മോനല്ലേ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നീ കൊച്ചമ്മോട് പറയല്ലേ. 1,00,000ന്റെ പകുതി തരാന്നാ ത്രേസി എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കിട്ടുന്നതിന്റെ പകുതി നിനക്ക് ഞാൻ തരാം. അയ്യാ, പകുതിയാക്കണ്ട, മുഴുവൻ ഇരുന്നോട്ടെ. നിങ്ങളിവിടെ നിന്ന് പുറത്താക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. എങ്ങാണ്ടോ കിടന്ന ഒരുത്തനെ എന്റെ 7 തരം സൂപ്പ് കുടിപ്പിച്ച് ബ്രൂസിലി ആക്കുക പോലെ നിന്നെ ഞാൻ ബ്രൂസിലി ആക്കാം. സത്യമാണോ? സത്യം. എന്നാ നിങ്ങൾ ഇവിടെ ഇരുന്ന് കൊതി തീരുവോളം വലിച്ചു വലിച്ച് നേരം വിളിപ്പിച്ചോ. കുറ്റായി ഇനി നിന്നാ ചിലപ്പോ ഞാൻ വലിച്ചു വലിച്ചോ വലിച്ചോ. ചുമ്മാതെ അല്ല ഇവിടെ കിടന്ന തേങ്ങ മുഴുവനും കാണാതെ ഇത്. ഇവൻ അടിച്ചോണ്ട് പോവാ പട്ടി. ഹലോ ദേവകുമാർ, ദേവകുമാർ. ആരാത്? ഞാനാ CM. ഗുഡ് മോർണിംഗ് മാഡം. എവിടെ മാഡത്തിന്റെ പൊന്നുമോൻ? ആർക്കറിയാം? ആഹാ, ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മകളെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ പോയാലേ കാണാൻ പറ്റൂ. സുഗുണന് വേറെ പണിയില്ലേ? ആ, അവന് കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞിരിക്കേ. കല്യാണം വേണ്ടെന്നോ? മാഡത്തിന് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മനഃശാസ്ത്രം അറിയില്ല. വേണ്ടാന്ന് പറഞ്ഞാൽ വേണം വേണമെന്നാണ് അർത്ഥം. ഞാനേ അവന് എത്ര പെൺകുട്ടികളെ കണ്ടുവച്ചു. മാഡം, ഒരു പുരുഷന് വിധിച്ചിരിക്കുന്ന പെണ്ണിനെ കണ്ടുമുട്ടിയാലേ വിവാഹം നടക്കൂ. സൃഷ്ടിക്കുമ്പോ തന്നെ ബ്രഹ്മാവ് ആത്മാക്കളെ തമ്മിൽ ചേർത്ത് വെൽഡ് ചെയ്താണ് ഭൂമിയിലേക്ക് വിടുന്നത്. അങ്ങനെ വെൽഡ് ചെയ്ത് വിടുന്നോണ്ടാണ് വിവാഹത്തിന് വെൽഡിങ് 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 വെഡ്ഡിങ് എന്നായത്. എനിക്കൊന്നും കേക്കണ്ട, ഞാൻ മടുത്തു. മാഡം വിഷമിക്കണ്ട, ദേവകുമാറോട് ഞാൻ സംസാരിക്കാം. ദേവകുമാർ, ദേവകുമാർ. പുള്ളി ഉള്ളിലില്ലേ? പുറത്തിയാടിയോ? പോയി കാണും. അമ്മ അറിയാതെ 1 ഇഞ്ച് ചലിക്കാത്തവനാ. ഇപ്പൊ എവിടെ പോകുന്നെന്നോ എന്തിനു പോകുന്നെന്നോ ഒന്നും എന്നോട് പറയാറില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ. അല്ല, ഇനി വല്ല ഡിഗ്രി ഞാൻ കണക്ഷൻ വല്ലതും? ഹായ് ദേവകുമാർ. ഹായ്. ഞാൻ പിണക്കോ? എന്തു പറ്റിയോ? വാട്ട് ഹാപ്പൻഡ്? അമ്മയെ മുഖം കാണിച്ചിട്ട് ഉടനെ എത്താവുന്നല്ലേ പറഞ്ഞത്? ഓ, അതാണോ കാര്യം? മുഖം കാണിക്കാൻ ചെന്നപ്പോഴല്ലേ പ്രശ്നം? ഒരു 500 പെമ്പിള്ളാരുടെ ഫോട്ടോ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കല്ലേ അമ്മ? എന്തിനാ? സ്റ്റുഡിയോ തുടങ്ങാൻ. എന്തിനാണെന്ന് എനിക്കറിയില്ലടോ. അതിൽ നിന്ന് ഒരു പെണ്ണിനെ സെലക്ട് ചെയ്ത് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. അമ്മയോട് ധൈര്യമായിട്ട് പറഞ്ഞൂടായിരുന്നു എന്ത്? മനസ്സിൽ മറ്റൊരാളുണ്ടെന്ന്. തുറന്നു പറയാൻ പറ്റിയ പാർട്ടിയാ. എന്റെ അമ്മയെ എനിക്ക് അറിഞ്ഞു പറഞ്ഞിട്ട് ഉള്ളത് മുഴുവൻ തുറന്നു പറഞ്ഞാലേ അന്ന് അമ്മ എന്നെ അവിടെ നിന്ന് അടിച്ചു പുറത്താകും. പിന്നെ എപ്പോഴാ പറയാൻ പോകുന്നത്? പറയാം. പെണ്ണ് കാണാനുള്ള ഈ ആവേശമൊക്കെ ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് വേണം പ്രശ്നം അവതരിപ്പിക്കാൻ. ദേവന് ധൈര്യമില്ലെങ്കിൽ അമ്മയോട് ഞാൻ പറയാം. അയ്യോ, ചതിച്ചേക്കല്ലേ. അമ്മയുടെ അനുഗ്രഹത്തോടെ വേണം എന്റെ കല്യാണം നടക്കാൻ. അതെനിക്ക് നിർബന്ധം. പ്രശ്നം അവതരിപ്പിക്കേണ്ട സമയമാകുമ്പോ ഞാൻ പറയും, അപ്പൊ പ്രശ്നം അവതരിപ്പിക്കാം. ആ, ലഗേജ് കിട്ടിയോ? എല്ലാം കിട്ടി. ആഹാ, അപ്പൊ ഇന്നെന്താ തന്റെ പ്രോഗ്രാം? ആ, ഞാൻ ഒറ്റയ്ക്കാണോ പ്രോഗ്രാം നിശ്ചയിക്കുന്നത്? പിന്നെ? Come on, darling. ഏയ്, ശ്രീദേവി, അമേരിക്കൻ നിന്റെ മുറച്ചിറക്കം വന്നെന്ന് കേട്ടല്ലോ. നമ്മൾ കണ്ടില്ലേ? എനിക്കാരെയും കാണണ്ട. അതെങ്ങനെ? ശ്രീദേവിക്ക് ആശയുണ്ടായിട്ടും കാര്യമില്ല. കീരിയും പാമ്പും പോലല്ലേ കുടുംബക്കാര് കഴിയുന്നത്. പിന്നെ പിന്നെ നിങ്ങക്ക് വേറൊന്നും പറയാനില്ലേ? ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. എല്ലാം നേരെയാക്കണമെന്ന് മുടങ്ങാതെ പ്രാർത്ഥിക്കാം. ഞങ്ങളും പ്രാർത്ഥിക്കാം. ശരി, പോട്ടെടി. ശരി. ദേവേട്ടനോ? അപ്പോ മറന്നിട്ടില്ല അല്ലേ? ദേവേട്ടൻ എന്നാ വന്നത്? 2-3 ദിവസമായി. അങ്ങോട്ട് വരാൻ സമയം കിട്ടാഞ്ഞിട്ടാ. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? എനിക്കറിയാം ദേവേട്ടൻ വരില്ല. വരില്ലെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെയൊക്കെ കാണാൻ ഇറങ്ങിയതാ. അമ്മയെ പോലെ ദേവേട്ടനും എല്ലാം മറന്നു. ഒന്നും മറന്നിട്ടില്ല, മറക്കുകയില്ല. താൻ കല്ലോട് കയറ്. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അങ്ങനെ ഇപ്പൊ നടക്കണ്ട, ഞാൻ കൊണ്ടുവിടാം. കേറോ. ഈ ദേവേട്ടൻ
ഒരു മാറ്റമില്ലല്ലോ. ആരും ഇല്ലേ? ആ അമ്മായി, ദേവൻ ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത്രയും നേരം ഞാൻ ശ്രീദേവിയുടെ പരാതി കേൾക്കുകയായിരുന്നു. അവളെ കണ്ടതുകൊണ്ടല്ലേ നീ ഇങ്ങോട്ട് കയറിയത്? കണ്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരികയായിരുന്നു. അമ്മാവനോട് അവിടെ ഇല്ലേ ദേവൻ വന്നു. ആ നീ വന്ന വിവരം അറിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അതൊക്കെ അമ്മയും അമ്മാവനും തമ്മിലുള്ള കാര്യം. ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. നീ ഇങ്ങോട്ട് വന്നത് ശാരദ അറിഞ്ഞു? അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അറിഞ്ഞാലെന്താ? അത് അവക്ക് ഇഷ്ടപ്പെടില്ലേ? സുധാരണല്ലേ ഇവിടെ? അവൻ നിന്റെ കാറ് വരുന്നത് കണ്ട് പുറകെ കൂടെ ഇറങ്ങി എങ്ങോട്ടോ പോയതാ. ഓ അത് ശരി. അവനെന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല അല്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ആരുടെ ചോദ്യത്തിനും ഉത്തരവില്ല മോനെ. മനുഷ്യരെന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനുള്ള മനസ്സ് ആരിലും കാണുന്നില്ല. ആ എല്ലാം കലങ്ങിയില്ലേ? ഇനി തെളിയുമ്പോ തെളിയട്ടെ. ആ മോനിരിക്കെ. ഇല്ല മായി, ഞാൻ ഇറങ്ങാ, പിന്നെ വരാം. ആ ദേവേട്ടാ, ഏ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ദേവേട്ടനോട് പറയാനുണ്ട്. ഇവിടെ വെച്ച് പറ്റില്ല. അങ്ങോട്ട് വരാന്ന് വെച്ചാ അമ്മായി. എനിക്കും തന്നോട് ചിലത് പറയാനുണ്ട്. പിന്നീടാവാം. എന്നാ ശരി. നിൽക്കവിടെ. എന്താ നിന്റെ ഭാവം? നീ ഇതുവരെ എവിടെയായിരുന്നു? എവിടെ പോയിരുന്നു എന്നാ ചോദിച്ചത്. അത് അമ്മാവന്റെ വീട്ടിൽ പോയിരുന്നു അമ്മേ. അമ്മാവനോ? ഏതമ്മാവൻ? ഏതമ്മാവനെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അറിയാവിടാ. നിന്നെ എന്നെയും ജീവനോടെ കുഴിച്ചു മുടാൻ നോക്കിയ വഞ്ചകനാ. ആ ദ്രോഹിയുടെ വീട്ടിൽ കാല് കുത്തുന്നതിനേക്കാൾ നിനക്ക് എന്റെ നെഞ്ചത്തെ ഔട്ടാമായിരുന്നു. അമ്മേ, എന്താ അമ്മേ ഇത്? നിന്നെ ഇന്നത്തെ നീയാക്കാൻ അമ്മ കുടിച്ച കണ്ണുനീരൊക്കെ നീ മറന്നുപോയല്ലേ? ഇല്ലമ്മേ, ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എങ്കിലും പഴയ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സ്വന്തം ആങ്ങളോട് ഇത്ര വാശി കാണിക്കണോ? വാശി അയ്യാക്കാരുന്നടാ. നിന്റെ അച്ഛൻ മരിച്ചപ്പോ നേരത്തോട് നേരെ ശവം ഇട്ടോണ്ട് ഞാൻ കാത്തിരുന്നു. ആ ദ്രോഹി വന്നില്ല. നിന്നെയും ഒക്കത്തെടുത്തോണ്ട് ചന്തയിൽ ചുമടെടുക്കാനും കൂലിപ്പണിക്ക് ഞാൻ നടന്നപ്പോ ഈ ആങ്ങളുടെ മനസ്സ് കല്ലായിരുന്നടാ. അതിന് ആ ആങ്ങളുടെ മുമ്പിൽ അമ്മ തോറ്റില്ലല്ലോ. കഴിഞ്ഞതൊക്കെ അമ്മ മറക്കണം. അതാണ് അമ്മയ്ക്ക് അന്തസ്. എത്ര വലിയ ശത്രുവായാലും അയാൾ അവശനായി കഴിയുമ്പോഴല്ല പകരം വീട്ടേണ്ടത്. അറിവില്ലായ്മ കൊണ്ടോ പണത്തിനോടുള്ള അത്യാർത്ഥി കൊണ്ടോ അമ്മാവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എത്രയായാലും അയാൾ അമ്മയുടെ ആങ്ങളല്ലെന്ന് വരുമോ? ആങ്ങള എല്ലാം കൈയടക്കി വെച്ചോണ്ട് എന്നെ പടിക്ക് പുറത്താക്കിയവനാണോട് ആങ്ങള. അമേരിക്കയിലൊക്കെ ജീവിച്ചു വന്ന അമ്മ ഇങ്ങനെ വാശിയും വൈരാഗ്യം കാണിക്കണോ? എന്റെ അവസാന ശ്വാസം നിൽക്കുന്നത് വരെ ഞാൻ ക്ഷമിക്കില്ല, ക്ഷമിക്കില്ല, ക്ഷമിക്കില്ല. അന്ന് ആ ദ്രോഹി ചെയ്ത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം. സമയത്തിന് ആഹാരം പോലും ഇല്ലാതെ ഞാൻ എന്റെ കുഞ്ഞിനെ സ്കൂളിൽ അയക്കുന്നത്. അവന് പബ്ലിക് പരീക്ഷയാ. ഫീസ് കെട്ടില്ലേ പരീക്ഷ എഴുതാൻ പറ്റില്ല. ചേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. എവിടുന്നെങ്കിലും ഇത്തിരി കാശ് ഉണ്ടാക്കി കൊടുക്കുന്നേ. എന്റെയെങ്കിലും മോനെ പഠിപ്പിക്കണമെന്നുള്ളത് അവന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു. ഓ അച്ഛന്റെ ആഗ്രഹം. അച്ഛന്റെ ആഗ്രഹം നിറവേറ്റണത് അച്ഛന്റെ പണം കൊണ്ട് വേണം. ഇവിടെ കിടന്ന് ഒപ്പാരി വെക്കാതെ ഇറങ്ങി പോകുന്ന നല്ലത്. പണം കിട്ടാതെ എനിക്ക് പോകാൻ കഴിയില്ല ഏട്ടാ. എന്റെ മോന്റെ ഭാവി. കൊള്ളാം, നല്ല ഭാവിയല്ലേ. നിന്റെ മോനിപ്പൊ പഠിച്ചു വലിയ കളക്ടറാകാൻ പോവല്ലേ. 19-16 വയസ്സായില്ലോടി. നീ കൂലിപ്പണിക്ക് പോകുമ്പോ അവനെ കൂടി വിളിച്ചോട്ട് പോ. ഇവിടുത്തെ മക്കളുടെ കാര്യത്തിനാണെങ്കിൽ ചേട്ടൻ ഇങ്ങനെ പറയുവോ? എന്റെ മക്കളെ പഠിപ്പിക്കുന്നത് ഞാൻ പിച്ചെ എടുത്തിട്ടല്ല. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കാൻ ഇറങ്ങിപ്പോ. ഞാൻ പോവില്ല. ഈ വീടും പറമ്പോ എനിക്കും കൂടി അവകാശപ്പെട്ടതാ. അവകാശം വേണമെങ്കിലേ കുടുംബത്തെ അനുസരണയോടെ ജീവിക്കണമായിരുന്നു. എന്നെ ധിക്കരിച്ചിട്ടല്ലേ നീ അവന്റെ പിറകെ ഇറങ്ങിപ്പോയേ. ഞാനൊന്നും ഇറങ്ങിപ്പോയില്ല. ചേട്ടൻ പണം ലാഭിക്കാൻ വേണ്ടി എന്നെ ഒരു അറവ് മാടിനെ പോലെ 2ാം കെട്ടുകാരന് പിടിച്ചു കൊടുക്കാൻ പോയപ്പോ എന്നെ ആത്മഹത്യ എന്ന് രക്ഷിച്ചയാളാ എന്റെ ഭർത്താവ്. ആ അതെ അതെ, അവൻ ശ്രീബുദ്ധന്റെ അവതാരമല്ലേ. മരിച്ചുപോയ ഒരു ആത്മാവിന്റെ നേരെ എന്തിനാ ചേട്ടാ ഇതിനെ കാർക്കിച്ചു തുപ്പുന്നത്? പ്രസംഗിക്കാൻ ഇറങ്ങിപ്പോടി. എന്റെ ഓഹരി കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നീ പോവില്ലേ? പോവില്ല. ഞാൻ പോവില്ല. എന്നെ തല്ലിക്കൊള്ളാതെ ഞാൻ പോവില്ല. ഞാൻ പോവില്ല. എന്നെ വിട്.
പോകാനേ വേണം പോ. ശാരദാമ്മേ, ശാരദാമ്മേ, എല്ലാം ഞാൻ അറിഞ്ഞു. നടന്നതെല്ലാം മറന്നിരിക്കുക. എന്റെ മനസ്സിലേറ്റ മുറിവ് ഞാൻ ഒരിക്കലും മറക്കില്ല. ദേവൻകുഞ്ഞ് എവിടെ? അവൻ പുറത്താരെ കാണാൻ പോയിരിക്ക. ഇത് 25,000 രൂപയുണ്ട്. ദേവൻകുഞ്ഞിന്റെ പഠിത്തത്തിന് തൽക്കാലം ഇത് ഉപകരിക്കും. വൈകും. ആ യേശുനായരെ, ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എല്ലാം ഞാൻ ക്ഷമിക്കണോ അല്ലേ? ആ മനുഷ്യപ്പറ്റില്ലാത്തവൻ നമ്മുടെ ആരുമല്ല. മേലാൽ നീ അവിടെ പോയെന്ന് ഞാൻ അറിയരുത്. അമ്മേ, ഞാൻ നിന്നോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. എന്താണ്? നീ എന്നെ അനുസരിക്കുമോ ഇല്ലയോ? എനിക്കതറിയണം. അതിന് ഞാൻ അമ്മയോട് ഒരു അനുസരണക്കേടും കാണിച്ചിട്ടില്ലല്ലോ. ഇനി മേലും കാണിക്കരുതെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കൂ. ഈ അമ്മയെ പട്ടിയെ പോലെ ആട്ടിയിറക്കവരുടെ മുമ്പിൽ ഇന്ന് ഞാൻ തലയുയർത്തി നിൽക്കുന്ന ശാരദാ നായരാണ്. നീ അത് മറക്കരുത്. ഇല്ലമ്മേ. എനിക്ക് നീ മാത്രം മതി. നീ എന്നെ തോൽപ്പിച്ചാൽ പിന്നെ ഈ അമ്മ ഉണ്ടാവില്ല.